പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന 10 കുഷ്ഠരോഗികൾ ഈശോയെ കണ്ട് സുഖപ്പെടുന്ന കാര്യമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. കൈത്താക്കാലം 2-ാമത്തെ ആഴ്ച, ബുധനാഴ്ച ദിവസം. നമ്മൾ ഈ തിരുവചന ഭാഗത്ത് പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, 10 കുഷ്ഠരോഗികൾ അകലെ വെച്ച് തന്നെ ഈശോയെ കാണുന്നു. അവർക്കൊരു പക്ഷേ ഈശോയെ കുറിച്ച് നേരത്തെ അറിവുമുണ്ട്. ഈ 2 കാര്യങ്ങളും അവരെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നില്ല. അവർക്ക് ഈശോയെ കുറിച്ചുള്ള അറിവോ ഈശോയെ കണ്ടതോ ഈ 2 കാര്യങ്ങൾ കൊണ്ട് അവർക്ക് സൗഖ്യം ഉണ്ടാകുന്നില്ല. അവരുടെ സൗഖ്യം ആരംഭിക്കുന്നത് ഈശോയെ വിളിച്ച് അവരൊരുമിച്ച് കരഞ്ഞപേക്ഷിച്ചപ്പോഴാണ്. അവർക്ക് ഈശോയെ കുറിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നു. ആ അറിവ് ഈശോയെ കണ്ടപ്പോൾ തിരിച്ചറിയാൻ സഹായിച്ചു. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അവർക്ക് അറിവുള്ള, അവർ നേരിട്ട് ഇപ്പോൾ കൺമുമ്പിൽ കാണുന്ന ആ ഈശോയോട് തിരുവചനം പറയുന്നു, അവർ സ്വരമുയർത്തി അപേക്ഷിച്ചു. അങ്ങനെ ചോദിച്ചതാണ്, അപേക്ഷിച്ചതാണ്, ഈശോയോട് സംസാരിക്കാൻ തയ്യാറായതാണ് അവരുടെ സൗഖ്യത്തിലേക്കും വിടുതലിലേക്കും കാരണമായി മാറിയത്. സ്നേഹമുള്ളവരെ, നമുക്കും ഈശോയെ കുറിച്ച് അറിവുണ്ട്. ഈശോയുടെ ചിത്രങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈശോയെ അനുഭവിച്ച ആളുകളെ കാണുന്നുണ്ട്. ദൈവികമായ രഹസ്യങ്ങളിൽ ഈശോ എഴുന്നള്ളി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈശോയോട് സംസാരിക്കാതെ നിൽക്കുന്നെങ്കിൽ, നമ്മൾ ഈശോയോട് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ ഈശോയോടുള്ള സംസാരം, അപേക്ഷിക്കൽ, ഈശോയോട് മിണ്ടുന്ന കാര്യം നമ്മളിൽ നിന്ന് നടക്കുന്നില്ലെങ്കിൽ, ഒരുപക്ഷെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോയെ കാണുന്നു പോലുമുണ്ട്, പക്ഷേ ഹൃദയം തുറന്ന് ഹൃദയത്തിൽ നിന്ന് സ്വരമുയർത്തി ഈശോയോട് നമ്മൾ സംസാരിക്കുന്നില്ലെങ്കിൽ, നമുക്ക് വ്യക്തിപരമായി വിളിച്ചപേക്ഷിക്കാൻ ഈശോയോട് സാധിച്ചില്ലെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ കരുതുന്നില്ലെങ്കിൽ, നമുക്കും സൗഖ്യം അകലെ തന്നെ നിൽക്കും. അതുകൊണ്ട് നമ്മുടെ അറിവ് ഒരു വശത്തുള്ളപ്പോൾ, നമ്മൾ ഈശോയെ കാണുന്ന, മനസ്സിലാക്കുന്ന, നമ്മുടെ അടുത്തുകൂടി ഈശോ പതിവായി കടന്നു പോകുന്ന ആത്മീയ അവസരങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും, നമ്മൾ ഒരുപക്ഷെ പള്ളിയുടെ അടുത്ത് താമസിച്ചാൽ പോലും ആ ഈശോയോട് ഹൃദയം തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ, പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചില്ലെങ്കിൽ, നമുക്ക് രക്ഷ വിദൂരമായി നിൽക്കും, സൗഖ്യം വിദൂരമായി നിൽക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് വിളിച്ചപേക്ഷിച്ച, വിശ്വാസം ഏറ്റുപറഞ്ഞ ഒത്തിരിയേറെ പേര് സൗഖ്യപ്പെട്ടു. അതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ ഈശോയെ തിക്കി തിരക്കി എപ്പോഴും ചുറ്റുമുണ്ടായിരുന്നു. അവർ ഈശോയെ കണ്ടു, ഈശോയെ കുറിച്ച് അറിയാം, പക്ഷെ അവരാരും ഈശോയോട് വിളിച്ചപേക്ഷിച്ചില്ല, കരഞ്ഞു പ്രാർത്ഥിച്ചില്ല. അങ്ങനെ വിളിച്ചപേക്ഷിച്ചവർക്കാണ് ഈശോ സൗഖ്യവും രക്ഷയും ഒക്കെ കൊടുത്തത്. നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതൽ ആത്മീയമാവാൻ, കൂടുതൽ ഈശോയോട് സംസാരിക്കുന്ന, വ്യക്തിപരമായി സംസാരിക്കുന്ന, അടുപ്പമുള്ളതാവാൻ നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങേ ഞങ്ങൾ അനുദിനം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നെങ്കിലും, ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അങ്ങയോട് വ്യക്തിപരമായി സംസാരിക്കുന്നതിൽ, അങ്ങേ രക്ഷകനായി അംഗീകരിച്ച് ഏറ്റു പറഞ്ഞ് വിളിച്ചപേക്ഷിക്കുന്നതിൽ ഞങ്ങൾ പിന്നോക്കമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ രക്ഷയും സൗഖ്യവും ഒക്കെ അകലത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. കർത്താവെ, കൂടുതൽ ആഴമുള്ള, ബോധ്യമുള്ള മനസ്സിൽ നിന്ന് അങ്ങയെ വിളിച്ചപേക്ഷിക്കുവാനും, ഞങ്ങൾ അങ്ങയോട് സഹായം ചോദിച്ച് അങ്ങയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുവാനുമുള്ള വലിയ ഒരു മനസ്സിന്റെ തുറവിയും, അങ്ങയോട് പ്രാർത്ഥിക്കാനുള്ള, അങ്ങയോട് സംസാരിക്കാനുള്ള ഹൃദയത്തിന്റെ ഒരു തുറവിയും ഒക്കെ ഞങ്ങൾ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.